ശരി, അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ചിത്രങ്ങൾക്കൊക്കെ പ്രതീക്ഷിച്ച താരങ്ങൾക്കൊക്കെ അവാർഡ് ലഭിച്ചു എന്നുള്ളതും കൂടിയാണ് ഏറെ സന്തോഷകരമായ ഒരു കാര്യമെന്നുള്ളത്. ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ ഷംല ഹംസയാണ് മികച്ച നടി. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് ഷംല ഹംസയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സാണ് നേടിയത്. സംവിധാനത്തിനും തിരക്കഥയ്ക്കുമുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരം നേടിയൊരു പ്രേക്ഷകൻ്റെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമല സ്വർണം തൂക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ പുരസ്കാരം തൂക്കിയത് കൊടുമൺ പോറ്റി എന്നുള്ളതാണ്. തമാശ രൂപേണയുള്ള ഒരു പ്രതികരണമാണ്. എന്തായാലും ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. ഇത് മൂന്നാമത്തെ ഹാട്രിക് വിജയമാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച്. നൻപകൽ നേരത്ത് മയക്കത്തിനും കാതലിനുമൊക്കെ തന്നെ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്കായിരുന്നു. അതുതന്നെയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചും മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ ഇരട്ടി മധുരമാകുന്ന ഒരു പുരസ്കാര തിളക്കം കൂടിയാണ്. ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് അവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇനിയൊരു അംഗത്തിന് ബാല്യവും കൗമാരവും വാർദ്ധക്യവും ഒക്കെ തന്നെ ഉണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ളൊരു വിജയത്തിളക്കമാണ് മമ്മൂട്ടിക്ക് ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് തന്നെ. ഏതായാലും മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരത്തിനും മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിറിനും ഒക്കെ തന്നെ ഇത് ഒരു അപൂർവ വലിയൊരു നേട്ടം തന്നെയാണെന്ന് തന്നെ പറയാം. പ്രത്യേക പരാമർശം ലഭിച്ച ടൊവിനോയ്ക്കും ആസിഫ് അലിക്കും ദർശന രാജേന്ദ്രനും ജ്യോതിർമയ്ക്കും ഒക്കെ തന്നെ അഭിനന്ദനങ്ങൾ കേരള വിഷൻ ന്യൂസിൻ്റെ എന്നുള്ളതാണ്. മികച്ച ജനപ്രിയ ചിത്രമായി പ്രേമലവും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ന്യൂജൻ പ്രേക്ഷകരിലും കൂടി ഈ ഒരു പുരസ്കാര നേട്ടങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയാണ്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടുതൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ARMൻ്റെ അഭിനയത്തിന് ടൊവിനോയെ ഒഴിവാക്കിയത് ശരിയായില്ല എന്നുള്ളതൊക്കെ തരത്തിലൊക്കെ ഒരു പ്രതികരണമൊക്കെ വരുന്നുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല. ടൊവിനോ ഇനിയും പുതിയ ചിത്രങ്ങളൊക്കെ തന്നെ ടൊവിനോയ്ക്കുണ്ട്. എന്തായാലും അടുത്ത കാലങ്ങളിലൊക്കെ ടൊവിനോ വീണ്ടും ഇതേപോലെ തന്നെ പുരസ്കാര പട്ടികയിലേക്കൊക്കെ തന്നെ എത്തും എന്നുള്ള ചില സൂചനകളൊക്കെ നൽകുന്ന ചില പ്രകടനങ്ങളും ട്രെയിലറുകളും സോങ്ങുകളും ഒക്കെ തന്നെ ഇപ്പോൾ അങ്ങനെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കുറേ പ്രതികരണങ്ങളൊക്കെ തന്നെ പല ഭാഗത്തു നിന്നുമൊക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും മമ്മൂക്ക തൂക്കി ഈ പുരസ്കാരം, ഈ സ്റ്റേറ്റ് അവാർഡ് എന്നുള്ളതൊക്കെയാണ് വരുന്ന കൂടുതൽ പ്രേക്ഷക പ്രതികരണങ്ങൾ. ഒപ്പം ഫെമിനിച്ചി ഫാത്തിമ അന്നേ കണ്ടപ്പോൾ തോന്നിയിരുന്നു ഈ ചിത്രത്തിന് അവാർഡ് ലഭിക്കുമെന്നുള്ള തരത്തിലൊക്കെ പ്രതികരണമൊക്കെ തന്നെ ലഭിക്കുന്നു. എന്തായാലും ഷംല ഹംസയ്ക്ക് ആശംസകൾ നേരുന്നു. ഷംല ഹംസ അന്ന് IFFKക്ക് വന്നപ്പോഴും കൈക്കുഞ്ഞുമായിട്ടൊക്കെയാണ് വന്നത്. മികച്ച പ്രതികരിക്കുകയും ചെയ്തു. നമ്മൾ കുറച്ച് സ്വീകാര്യതയൊക്കെ അന്നേ നേടിയിരുന്നു. പിന്നീട് ഫെമിനിച്ചി ഫാത്തിമയൊക്കെ തിയേറ്ററിലേക്ക് എത്താൻ കുറച്ച് വൈകി. അല്പ സമയം മുമ്പാണ് തിയേറ്ററുകളിലേക്കൊക്കെ തന്നെ ഫെമിനിച്ചി ഫാത്തിമ എത്തിയത്, കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിയത് എന്നുള്ളത് പറയാം. കാരണം IFFKയെ സംബന്ധിച്ച് അത്രത്തോളം ഗൗരവകരമായി ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് IFFKക്കൊക്കെ എത്താറുള്ളത്. ആ പ്രേക്ഷകർക്കടക്കം അന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഫെമിനിച്ചി ഫാത്തിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ പോലും ഒരു സ്വീകാര്യത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് നേടാനായി, അതിലെ നടിയായ ഷംല ഹംസയ്ക്ക് നേടാനായി എന്നുള്ളതും കൂടിയാണ്. മഞ്ഞുമൽ ബോയ്സിനെ സംബന്ധിച്ച് ഞാൻ ഏറെ പറയേണ്ടതില്ല. കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട, കേരളത്തിൽ ഒരു കാലത്തല്ല ഇപ്പോഴും ഈ ഒരു സമയത്ത് പോലും ആ പാട്ടുകൾ അല്ലെങ്കിൽ അതിലെ ചിത്രങ്ങൾ, അതിലെ വേടൻ്റെ പാട്ടുകളൊക്കെ തന്നെ വീണ്ടും പാടുന്ന, ഇപ്പോഴും കോളർ ട്യൂണായും റിംഗ് ടോണായും ഒക്കെ ഇടുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. അവർക്കൊക്കെ തന്നെ ഇതൊരു ആനന്ദ നിമിഷമാണ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരത്തിനുമൊക്കെ തന്നെ ഇതൊരു ആനന്ദ നിമിഷം കൂടിയാണ്. അതും സംവിധായകൻ സംവിധാനത്തിന് മാത്രമല്ല ഈ തിരക്കഥയ്ക്കും കൂടി ലഭിച്ചിരിക്കുകയാണ്. അതായത് യഥാർത്ഥ സംഭവത്തെ എറണാകുളം കൊച്ചി മഞ്ഞുമല്ലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പണ്ട് പോയ ഒരു യാത്ര വീണ്ടും അത് സിനിമാറ്റിക് മൂഡിൽ എടുത്തു മാറ്റുക, അല്ലെങ്കിൽ അത് ചിത്രീകരിക്കുക, അതിന് കൃത്യമായ ഒരു കലാസംവിധാനം തീർക്കുക എന്നുള്ളതൊക്കെ അത്രയും ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. അതിനൊക്കെ തന്നെ റിസൾട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കലാസംവിധാനത്തിനും
മഞ്ഞുമൽ ബോയ്സിന് തന്നെയാണ്, അജയൻ ചാലിശ്ശേരിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അതിലെ പല സീനുകളുമൊക്കെ തന്നെ മനസ്സിൽ കൂടിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു മികച്ച നടനെ മമ്മൂട്ടി നേടിയപ്പോൾ മികച്ച നടനാകുമെന്ന് പ്രേക്ഷകരെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ആസിഫ് അലിക്ക് പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുണ്ട് കിഷ്കിന്ധാകാന്ഡത്തിലെ അഭിനയത്തിനെന്നും കൂടിയാണ്. അതായത് ആസിഫ് അലിയുടെ ഒരു ഡൗൺഫോൾ എന്ന് പോലും ഈ ക്രിട്ടിക്സ്, ഈ വിമർശകർ അത്രയും പറഞ്ഞിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് ആസിഫ് അലി നേടി വന്ന ഒരു വിജയമുണ്ട്, പ്രേക്ഷകർക്കിടയിൽ നേടിയൊരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയുടെ ഒരു റിസൾട്ട് എന്നൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രത്യേക പരാമർശത്തെ പറയാം. എന്തായാലും ആസിഫ് അലി തൻ്റെ ജൈത്രയാത്ര അങ്ങനെ വീണ്ടും തുടരുന്നുണ്ട്. പുതിയ ചിത്രങ്ങളുമായിട്ടൊക്കെ തന്നെ ആസിഫ് അലി അങ്ങനെ രംഗത്തുണ്ട്. ടൊവിനോ തോമസിനെ സംബന്ധിച്ചും അതുതന്നെയാണ്, കൂടുതൽ ചിത്രങ്ങളൊക്കെ തന്നെ ടൊവിനോയ്ക്കുമുണ്ട്. ടൊവിനോയ്ക്കും ഇനി സുവർണ്ണകാലം എന്നുള്ളത് പറയാനില്ല. ദർശന രാജേന്ദ്രൻ, ജ്യോതിർമയുടെ ഒരു തിരിച്ചുവരവൊക്കെ തന്നെ ബൊഗൈൻ വില്ലയിലൂടെ അത് അത്രത്തോളം സ്വീകാര്യത നേടിയിരുന്നു, പ്രേക്ഷകരിലൊക്കെ സ്വീകാര്യത നേടിയിരുന്നു. ജ്യോതിർമയി പഴയ ആ അഭിനയ പാഠമൊന്നും മറന്നിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെ ഒരു പ്രതികരണമൊക്കെ തന്നെ വരുന്നു. അതായത് ജ്യോതിർമയി അങ്ങനെ മറന്നിട്ടില്ല. ജ്യോതിർമയുടെ ആ ഒരു വരവിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ് ഈ ഒരു പ്രത്യേക ജൂറി പരാമർശം എന്നുള്ളതും കൂടിയാണ് പ്രേക്ഷകനോട് പറയുന്നത്. എന്തായാലും ജനപ്രിയ ചിത്രം പ്രേമലുവായി ന്യൂജൻ അത്രത്തോളം കൊണ്ടു നടന്നു. പുതിയ കാല പ്രേമങ്ങളൊക്കെ ഇങ്ങനെയാകാം, ഇങ്ങനെയും ചില പ്രേമങ്ങളുണ്ട് എന്നൊക്കെ കാണിക്കുന്ന തരത്തിലൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പ്രേമങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ്, അങ്ങനെയൊക്കെ പ്രേമങ്ങളുണ്ട്, അതല്ലാതെയും പ്രേമങ്ങളൊക്കെ ഉണ്ട്. പ്രേമലു എന്തായാലും മികച്ച ജനപ്രിയ ചിത്രമായിരിക്കുന്നു. അതോടൊപ്പം നിരവധി പുരസ്കാരങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ ഒരു പുരസ്കാര പ്രഖ്യാപനമായിരുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ സന്തോഷം ലഭിക്കുന്നത്. നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രേക്ഷകരുടെ ഭാഗത്തുണ്ടായ ഒരു കല്ലുകടി ഇത്തവണ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നമുക്ക് തുറന്ന് പറയാൻ സാധിക്കും. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രതികരണമാണ് വന്നിരുന്നത്. ആ ഒരു കല്ലുകടി ഇത്തവണ ഉണ്ടാകില്ല എന്ന് സജി ചെറിയാൻ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലൊരു കല്ലുകടിയൊന്നും ഉണ്ടായില്ല. പ്രതീക്ഷിച്ച പോലെ തന്നെ അവാർഡുകളൊക്കെ